ഖുർആൻ പറഞ്ഞു തരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിത വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട്. അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ. വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടാൻ 5 പൈസയുടെ പണിയൊന്നുമില്ല. വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. 1 രൂപ പോലും ചെലവാക്കണ്ട. കൂടോത്രവും മന്ത്രവാദവും മുട്ടകുഴിക്കലും ഒന്നും വേണ്ട. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി, വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? എങ്ങനെ ഓതാനാ ഉസ്താദെ? ഞാനും അവനും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ? എന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇനി ഞാനെങ്ങനെ? അത്രയ്ക്കും ഫ്രണ്ട്സുകളാണ് നിങ്ങൾ അല്ലേ? ശൈത്താനെ ഇറക്കി വിടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞുതരാം. പൈസ ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യുവോ? വീട്ടിൽ ഇരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം. നിന്റെ തലയിൽ കൂടിയിരിക്കുന്ന ശൈത്താൻ ആദ്യം ഇറക്കി വിട്. അള്ളാഹു ഈമാൻ തരട്ടെ. ഒന്ന് കൈപൊക്കിക്കേ. ഒരായത്ത് ഓത്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശൈത്താൻ ഇറങ്ങിപ്പോൻ. മക്കളെ, നിങ്ങൾ പൊക്കണ്ടടാ. നിങ്ങളുടെ കൂടെ ശൈത്താൻ കൂടത്തില്ല. ഈ എന്താ ഇത്ര നിന്ന് ഹാഫിള എത്ര പേരായിരുന്നു? 2, 4, 6, 8, 10, 12, 14, 16 പേരില്ലേ? 16 പേര്. നിങ്ങളുടെ മുന്നിൽ ശൈത്താൻ തോറ്റതാ. അവൻ പോയി. ഇനി പേടിക്കണ്ടട്ടാ. ഇതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകളും 25-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൊറിച്ചൽ വരുന്നു, വീട്ടിൽ പോകണം, കരച്ചിൽ വരുന്നു, സങ്കടം വരുന്നു. എന്താ? ശൈത്താൻ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതാ. ഇനി നിങ്ങളുടെ അവന്റെ പണിയൊന്നും നിങ്ങളോട് നടക്കൂല. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ശൈത്താനെ ഇറക്കി വിടണോ? ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് ഒരു ആയത്ത് ഓതണം. വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ആയത്ത് ഓതണം. ഓതുമ്പോ ഇബ്ലീസ് മക്കളോട് പറയും, ഇന്നിവിടെ കടക്കാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. നിങ്ങൾ ഇന്ന് ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട്ടിൽ പൊക്കോളാൻ. ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതായത്താ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ തങ്ങള് അവിടെ നിന്ന് കുറച്ച് ഗനീമത്ത് സ്വത്തിന് കാവലിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു. കാവൽക്കാരനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം വന്നിട്ടൊരു പ്രായമുള്ളൊരു മനുഷ്യൻ ചാക്കിനകത്ത് വാരി നിറയ്ക്കുക. അബൂ ഹുറൈറ തങ്ങൾ കണ്ടുപിടിച്ചു. കള്ളനെ കയ്യോടെ പിടികൂടി. നിന്നെ ഞാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മനുഷ്യൻ, അബൂ ഹുറൈറ, എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ദാരിദ്ര്യം കാരണം വന്നെടുത്തതാ, എന്നെ പിടിച്ചോണ്ട് പോകരുത്. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ വിഷമം കേട്ടപ്പോ പറഞ്ഞു, നീ പൊക്കോളാൻ, ഇനി ചെയ്യരുത്. 2ാമത്തെ ദിവസവും വന്നു. അന്നും പിടിച്ചു. അന്നും മക്കളുടെ കാര്യം പറഞ്ഞ് കരഞ്ഞു. അപ്പോഴും അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. പക്ഷെ 3ാമത്തെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവനെ പിടിച്ചു. അപ്പൊ പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല. 2 പ്രാവശ്യം നിനക്ക് ഞാൻ സമ്മതം തന്നു, ഇനി നിന്നെ ഞാൻ വിടത്തില്ല. നിന്നെ ഞാൻ കൊണ്ടുപോകും, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും. അങ്ങനെ അവസാനം എന്തു പറഞ്ഞാലും വിടില്ല എന്ന് മനസ്സിലായപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു അബൂ ഹുറൈറയോട്, ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം. അള്ളാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് നീ രക്ഷപ്പെടും. ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടുവില്ലേ നബിയെ? ആദ്യത്തെ 2 ദിവസം അവൻ കരച്ചിലും ബഹളവുമായിരുന്നു. 3ാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ. പക്ഷേ അവൻ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു. ശൈത്താനിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു തന്നു. ഏതായത്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസിയ്യ്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസിയ്യ്. ഈ ആയത്തുൽ കുർസിയ്യ് ഏത് മനുഷ്യൻ തന്റെ വീടിനകത്തിരുന്ന് പാരായണം ചെയ്യുന്നു, ആ വീട്ടിൽ നിന്ന് ശൈത്താനിന്റെ ഷർറ് ഒഴിവാകും. ഇബ്ലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ? അവന്
കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, അവൻ ആരാന്നറിയോ? അറിയില്ല നബിയെ, അത് സാക്ഷാൽ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഇബ്ലീസ് തന്നെയാണ് അവനെ പൂട്ടാനുള്ള പൂട്ട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ശൈത്താനിന്റെ ഷർറു മാറണോ, വീട്ടിൽ പോയിരുന്ന ആയത്തുൽ കുർസി പാരായണം ചെയ്യേ. എല്ലാരും ഒരു ആയത്തുൽ കുർസി ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അള്ളാഹു എല്ലാവിധ ഷർറുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീടിന്റെ വെളിയിൽ വിടുമ്പോ ആയത്തുൽ കുർസി അല്ല തവക്കൽതു അലല്ലാഹ് പറ. വണ്ടിയിലേക്ക് കയറുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. കച്ചവടത്തിന് പോകുമ്പോ തവക്കൽതു അലല്ലാഹ് പറ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, കണ്ണീറും പ്രാക്കും സിഹ്റും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യനെ അവിടെ നിന്ന് സംരക്ഷിക്കുകയാ. നാലാമതായിട്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്തൊരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? കുല്ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ വ മൗലാനാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ഏത് പ്രയാസത്തിന്റെ സമയത്തും ലക്ഷങ്ങളുടെ കടം വന്നാലോ, സമ്പത്ത് മുഴുവനും തകർന്നു പോയാലോ, കച്ചവടം മുഴുവനും തകർന്നു പോയാലോ, പടച്ചവനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാലോ, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി കടന്നു വന്നാലോ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ, പിടിച്ചു നിൽക്കാനുള്ള ഒരു ഈമാനുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, അല്ലാഹുവേ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുമ്പോ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. കച്ചവടം നടത്തിയിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി കടക്കാരനാകിയപ്പോ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന കാലമാണല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾക്ക് പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, പതറുകയാണ്, പേടിച്ചു പോവുകയാണ്. എന്തേ മനുഷ്യ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? എന്തേ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ. എന്തു വന്നാലും അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നീ വിശ്വസിക്കേണ്ടവനല്ലോ. ഈമാൻ കാര്യത്തിൽ ആറാമത്തത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? വൽഖദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കണമല്ലോ. അത് വിശ്വസിക്കാതെ നീ യഥാർത്ഥ മുസ്ലിമാകില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര വലിയ പ്രയാസം വന്നാലും പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം കിട്ടും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ എത്ര പരിഹസിച്ചാലും നാടൻ കെടുത്തിയാലും, നീ അല്ലാഹുവേ തവക്കൽതു അലല്ലാഹ് പറഞ്ഞോ. പടച്ച റബ്ബ് നിന്റെ മനസ്സിന് ധൈര്യം തരും പെങ്ങള്. നിനക്ക് പഠിക്കാറുള്ള ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷത്തിൽ നിനക്ക് ഈ ദിക്റൊന്ന് 3 പ്രാവശ്യം പറയാൻ കഴിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ
വനിഅമൻ നസീർ. പടച്ചവരെ, ഈ പറയുന്ന ദിക്ർ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ഇതാര് പറഞ്ഞ ദിക്റെന്നറിയുമോ? ഇതാര് പറഞ്ഞ ദിക്റെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ് ആയിഷ ബീവി. ആയിഷ എന്ന് പറയുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവേ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബ റളിയല്ലാഹു